എല്ലാവർക്കും ഐലാഷസ് ഭയങ്കര ഭംഗിയിൽ ഐലാഷസ് വേണം, നല്ല തിക്കായിട്ട് വേണം, നല്ല ലോങ് ആയിട്ട് വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ മസ്കാര യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലി ഐലാഷസ് വാങ്ങാൻ കിട്ടും, നമ്മൾ അത് വാങ്ങി എക്സ്റ്റൻഷനൊക്കെ യൂസ് ചെയ്യും. സോ അത് നമ്മൾ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഗം പോലൊരു സാധനം വെച്ചിട്ടാണ് നമ്മളതൊക്കെ യൂസ് ചെയ്യുന്നത്. സോ അതൊക്കെ എന്തായാലും നമുക്ക് ഹാർംഫുള്ളാണ്. അപ്പോൾ മാക്സിമം നമ്മൾ അത്തരം പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് കിട്ടുന്ന നമ്മുടെ ചുറ്റും കാണുന്ന നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് വെക്കുക. സോ മസ്കാര എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. അത് എല്ലാ ദിവസവും യൂസ് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് അത് കൊഴിയും, ഐലാഷസ് കൊഴിയും. അപ്പോൾ ഐലാഷസ് കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷനോ ഔട്ടിങ്ങിനോ എന്തെങ്കിലും നൈറ്റ് പാർട്ടിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ മാത്രം ഐലാഷസിൽ മസ്കാര യൂസ് ചെയ്ത് പോവുക. അല്ലാത്തപ്പോൾ മാക്സിമം കഴിവതും ഒഴിവാക്കുക. ദെൻ അതിന് വേണ്ടുന്ന ഒരു ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവാനുള്ള ഒരു സിറം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ഈസിയാണ്. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ, 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, ദെൻ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അത്രേ ഉള്ളൂ. വെറും 3 സാധനങ്ങൾ. 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക, 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക, 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുക. ഇത്രേ ഉള്ളൂ. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഡ്രോപ്പായിട്ട് എടുക്കുന്ന ചെറിയ ബോട്ടിൽസ് ഇല്ലേ, നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ വാങ്ങുമ്പോൾ കിട്ടും, ഡ്രോപ്പായിട്ട് എടുക്കുന്ന കുട്ടി ബോട്ടിൽസ്, അതിനകത്ത് ഇട്ട് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് ഒത്തിരി കാലം ഇരിക്കും, ഒരു 6 months ഒക്കെ ഒന്നും ചെയ്യാണ്ടിരിക്കും. സോ അത് ഇങ്ങനെ ഒരു ഡ്രോപ്പ് വിരലിലോ അല്ലെങ്കിൽ ഒരു കോട്ടണിലോ എങ്ങാനും എടുക്കുക. എടുത്തിട്ട് ഐലാഷസിൽ യൂസ് ചെയ്യാം. ഐലാഷസിൻ്റെ ആ ഐലൈനറിൽ യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യേണ്ട സമയം ആക്ച്വലി നമ്മൾ കുറച്ച് സമയം 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും യൂസ് ചെയ്തിട്ട് അത് വാഷ് ചെയ്ത് കളയാതിരിക്കുക. ഓവർനൈറ്റ് യൂസ് ചെയ്യാം. ഓവർനൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അവിടെ അബ്സോർബ് ആവും. അത് വളരാൻ ഒത്തിരി സഹായിക്കും. സോ ഓവർനൈറ്റ് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ വാഷ് ചെയ്യുമ്പോൾ അതങ്ങ് വാഷ് ചെയ്ത് കളയുക. ഒപ്പം ഐലാഷസ് മാത്രമല്ല, നമുക്ക് ഐബ്രോസും ഭയങ്കര തിക്കായിട്ടും ബ്ലാക്ക് ആയിട്ടും ഒക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവരും ഐബ്രോ പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് കോപ്പപ്പ് ചെയ്ത് വെക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അത് എഴുതാൻ ചിലപ്പോൾ സമയം കിട്ടില്ല, മറന്നു പോകും. അതുകൊണ്ട് നമുക്ക് ഈ സെയിം ഐലാഷ് ഗ്രോത്ത് സിറം തന്നെ നമുക്ക് ഐബ്രോയിലും യൂസ് ചെയ്യാം. ഭയങ്കര നല്ലതായിട്ട് ഐബ്രോ ഉണ്ടാവും, ഭയങ്കര തിക്ക് ആൻഡ് ബ്ലാക്ക് ഐബ്രോ ഉണ്ടാവും. അതും ഓവർനൈറ്റ് യൂസ് ചെയ്യുക. അതും ഒരു ഫിംഗറിലോ കോട്ടണിലോ എടുത്തിട്ട് ഐലാഷസിലും ഐബ്രോസിലും ഒക്കെ യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. ഉറപ്പായിട്ടും പക്ഷേ ഇത് കണ്ടിന്യൂസ് ചെയ്യുക. ഈ എന്താ പറയുക, ഹോം മെയ്ഡിൽ ഞാൻ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ടിപ്പ് കണ്ടു, നമ്മളെല്ലാവരും യൂട്യൂബിൽ കയറിയിട്ട് ഇതൊക്കെ കാണുന്നവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരെണ്ണം കണ്ടു, ഓക്കെ, അത് ഭയങ്കര ആവേശമാണ്, അത് ട്രൈ ചെയ്യണം. നമ്മൾ ഒരു ദിവസം ട്രൈ ചെയ്യുന്നു, പിന്നെ അത് കളയുന്നു, ദെൻ അടുത്തത് ട്രൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിപ്പോൾ ഏത് ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്താലും, ആര് പറഞ്ഞു തരുന്നത് യൂസ് ചെയ്താലും, ഒരു പ്രാവശ്യം കേൾക്കുന്നത് കണ്ടിന്യൂസ് ഒരു 3-4 months യൂസ് ചെയ്യുക. എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. സോ എല്ലാവരും കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കുക. ബി ഹാപ്പി. ടാറ്റാ.